ഏയ് ഒരു കുഞ്ഞു കാര്യം പറയട്ടെ, നിങ്ങളത് മുഴുവനായി കേൾക്കുമല്ലോ. നമ്മുടെ ജീവിതത്തിലെ 99% പ്രശ്നങ്ങളും എങ്ങനെയാണ് സംഭവിക്കുന്നത് അറിയോ? ഒന്ന് ഉറക്കക്കുറവ്, ഒന്നോ വ്യായാമക്കുറവ്, മറ്റതോ പോഷകാഹാരം എന്നിവ മൂലമാണ്. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അല്ലേ? ഇതിനർത്ഥം നിങ്ങളുടെ 99% പ്രശ്നങ്ങളും ഉടനടി മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിലെ 99% പ്രശ്നവും നമുക്ക് മാറ്റാൻ കഴിയുന്നേ. നമുക്കത് മാറ്റാൻ സാധിക്കും. പക്ഷെ നമ്മൾ മാറ്റാൻ തയ്യാറാണോ? തയ്യാറല്ല. നമ്മൾ എപ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളെ എന്താ പറയുക, നമ്മുടെ ജീവിതം നമ്മൾ ചിട്ടൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നത്? നല്ലൊരു അസുഖം പിടിച്ചതിൻ്റെ ശേഷം അല്ലേ? ശരീരത്തിന് ഇങ്ങോട്ട് മുറുക്കി പിടിച്ചതിൻ്റെ ശേഷമാണ്. അതിന് ശേഷം നമ്മൾ ഒന്ന് പിടിക്കും അല്ലേ? എൻ്റെ ശരീരം ഒന്ന് മാറ്റാൻ നോക്കണം, എൻ്റെ ശരീരത്തെ ഒന്ന് 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 ഫലപുഷ്ടി അല്ലേ, ഒന്നുകൂടെ ഊർജ്ജസ്വലമാക്കണം, രാവിലെ ഒന്ന് ഓടാൻ പോകണം, ഒന്ന് ജിമ്മിന് പോകണം, ഒന്ന് കരാട്ടയ്ക്ക് പോകണം അല്ലേ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു മറ്റുള്ള എന്തെങ്കിലും എക്സസൈസിന് പോകണം എന്നൊക്കെ അല്ല, യോഗയ്ക്ക് പോകണം അല്ലേ. ഇതൊക്കെ ആയിരിക്കും ചിന്തകൾ അപ്പം ഉണ്ടായിരിക്കുക. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിക്കുന്നത് വരെ കേട്ടോ. പക്ഷേ കുഴപ്പങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുഴപ്പങ്ങൾ സംഭവിക്കുന്ന വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ ചിന്തിക്കില്ല. പക്ഷെ കുഴപ്പങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലേ ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുകൂടെ പറയാം, നമ്മുടെ ജീവിതത്തിൽ 99% ഉറക്കക്കുറവ് അല്ലേ? രാത്രി ആയി കഴിഞ്ഞാൽ ഒരു 9 മണി അല്ലേ, ഒരു 9 മണി ആയി കഴിഞ്ഞാൽ ധാരാളം സീരിയൽ അല്ലേ, എല്ലാ സീരിയലും കണ്ട് ഉറങ്ങുന്ന ആളുകളുണ്ട് അല്ലേ. എന്തെങ്കിലും കുറേ വീഡിയോസും സിനിമയൊക്കെ കണ്ടിരിക്കുന്ന ആളുകളുണ്ട്. യൂട്യൂബിലൊക്കെ റീൽസും അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ എന്ത് ചെയ്യുന്നു ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ. ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടിരിക്കുന്ന ആളുകളുണ്ട്, റീൽസൊക്കെ കണ്ടിരിക്കുന്ന ആളുകളുണ്ട് അല്ലേ. മറ്റുള്ള വീഡിയോസും മറ്റുള്ള എന്താ പറയുക പ്രോഗ്രാംസൊക്കെ കണ്ടിരിക്കുന്ന ആളുകളുണ്ട് അല്ലേ. എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ ഉറക്കം എന്നുള്ള പറഞ്ഞ സാധനം ഉണ്ടോ? ഇല്ല അല്ലേ. എപ്പോഴാണ് ഉറങ്ങുന്നത്? രാത്രിയാണ് ഉറങ്ങുന്നത്. രാത്രി പറഞ്ഞ എപ്പോൾ? 2 മണി, 3 മണി, പുലർച്ചെ 3 മണി അല്ലേ. രാത്രി നമ്മൾ എപ്പോഴാണ് ഉറങ്ങുന്നത്? നമ്മൾ പിറ്റത്തെ ദിവസമാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത് അല്ലേ. നമ്മൾ തലേ ദിവസം ഉറങ്ങുന്നില്ല. അതായത് ഇന്നാണ് നമ്മൾ ഉറങ്ങുന്നത് അല്ലേ. എപ്പോഴും ഇന്ന് രാവിലെയാണ് ഉറങ്ങാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വണ്ടി വിളിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ മതി അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഉറക്കത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം കേട്ടോ. ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ജീവിതത്തിൽ കുറേ നമ്മൾ ആരോഗ്യം കളഞ്ഞ് മറ്റുള്ള കുറേ എന്താ പറയുക ജീവിതത്തിൽ വേണ്ടാത്ത കുറേ വീഡിയോസൊക്കെ കണ്ടിരുന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് നേട്ടമാണ് ഉള്ളത്? ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഉറക്കം എന്താ പറയുക. പിന്നെ ചാറ്റിങ്, പൊന്നാരെ അത് പറയണ്ട. പുലർച്ചെ വരെ ചാറ്റിങ്. ഈ ചാറ്റിങ് കൊണ്ട് എന്ത് കാര്യമാണ്? നമ്മൾ പകൽ കാണുന്ന ആളുകളായിരിക്കും എന്നിട്ടാണ് രാത്രി കിടന്ന് ചാറ്റുണ്ട്. പകൽ കണ്ട് ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കും പോലുമില്ല പക്ഷേ തലേ ദിവസം എന്ത് ചെയ്യുന്നു? തലേ ദിവസം കണ്ടിട്ടുണ്ടായിരിക്കും, ഒന്ന് ചിരിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല. പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു? ആ രാത്രി വന്നിട്ട് എടാ ഞാൻ നിന്നെ കണ്ടിരുന്നു, എനിക്ക് സംസാരിക്കാൻ നേരം കിട്ടിയില്ല, ഞാൻ അങ്ങനെ എന്നിട്ട് വാട്സപ്പിലൂടെയാണ് ഫുള്ള് സംസാരം വരുന്നത്. നേരിട്ട് ഒരു എന്താ പറയുക ഒരു ആശയവിനിമയം നടത്തില്ല, എന്താ പറയുക ഒരു ടോക്കിങ് നടക്കില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്തത് വ്യായാമക്കുറവ്. നമ്മുടെ ജീവിതത്തിൽ വ്യായാമക്കുറവ് നമുക്ക് നന്നായിട്ടുണ്ടല്ലേ. നമ്മൾ ജിമ്മിനൊക്കെ പോകും, 2 ദിവസമൊക്കെ പോകും. എന്നിട്ട് 2 ദിവസമൊക്കെ പോയിട്ട് മസിലൊക്കെ നോക്കും, നല്ല മസിലുണ്ടോ, ജിമ്മിൽ ഓക്കെ ആണോ എന്നൊക്കെ നമ്മളിങ്ങനെ നോക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടല്ലോ, കൊഴുപ്പുണ്ടല്ലോ, ഈ കൊഴുപ്പ് തനിയെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊന്നുകൂടെ ഒരു ഊർജ്ജമായിരിക്കും, ഭയങ്കര ഊർജ്ജമായിരിക്കും. എന്ത് ചെയ്യാനും നമുക്കൊരു ഊർജ്ജമായിരിക്കും. കാരണം ഒന്ന് ഓടണമെങ്കിൽ ഓടണം, ഒന്ന് ചാടണമെങ്കിൽ ചാടണം. ഇനിയിപ്പോൾ ഒരാളെന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് താല്പര്യമില്ല എന്നുള്ളൊരു സംസാരം വരുമല്ലോ. അങ്ങനത്തെ ഒരു സംസാരം ഒന്നും വരില്ല. എപ്പോഴും നമ്മൾ ഊർജ്ജസ്വലമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഞാനതിൻ്റെ വില്ലിങ്ങാണ്, ഞാൻ തയ്യാറാണ്. എടാ നിനക്കത് പോകാൻ പറ്റും? ഓക്കെ ഞാൻ പോവാം, കുഴപ്പമില്ല. നിനക്ക് എടുക്കാൻ പറ്റും? ഓക്കെ എടുക്കാം, ഞാൻ കുഴപ്പമില്ല. നമ്മളെന്താണെന്നറിയോ, ഈ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം എല്ലാത്തിനും തയ്യാറാണ്. എന്നാൽ വ്യായാമം ചെയ്യാതെ ചടങ്ങ് കൂടിയിരിക്കുന്ന ഒരാളാണെങ്കിലോ, എടാ നീ ഒന്ന് അവിടെ പോവാ, ഞാൻ പോകണില്ല, നീ അവിടെ പോയി, നീ അന്ന് എടുക്കടാ, ഞാൻ എടുക്കുന്നില്ല. എന്താ പറയുക, നമ്മളെ കൊണ്ട് ശരീരം കൊണ്ട് കഴിയില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ അവർ ശരീരം കൊണ്ട് കഴിയില്ല. ശരീരം അവർക്ക് പറഞ്ഞു കൊടുക്കുക, എടാ നിനക്കത് സാധിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കണം. മറ്റുള്ള ആളുകൾക്ക് വ്യായാമം ചെയ്യുന്നവർക്കോ നിനക്കത് കഴിയട്ടോ, നീ വേഗം പോയി ചെയ്യട്ടോ, നിനക്കത് സാധിക്കും, പെട്ടെന്ന് ചെയ്യുക. അവർ ശരീരം ഇങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മനസ്സിങ്ങനെ പറഞ്ഞു കൊടുക്കണം. പിന്നെ എന്താണ്
പോഷകാഹാരം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഹാരം കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് അല്ലേ? ദിവസം ഫാസ്റ്റ് ഫുഡ്, അതുപോലെ കൊഴുപ്പ് അടങ്ങിയ ഫുഡ്, അതുപോലെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിന് ഒരു ആവശ്യമില്ലാത്ത കുറേ ഫുഡ് വാരി വലിച്ചെന്ത് ചെയ്യുന്നു, കയറ്റി 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 നമ്മുടെ ജീവിതം കൊണ്ട് വെറുതെ കൊണ്ട് നാശാക്കുക നമ്മളല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്ന കടല, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു ചെറുപയർ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു വെളിച്ചെണ്ണ, അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൂടുതൽ നമ്മൾ എന്താ പറയുക പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകളുണ്ടല്ലോ, ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു നല്ല ഇപ്പോൾ പൊറോട്ടയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ കഴിക്കും, നല്ലോണം കഴിക്കും പൊറോട്ടയൊക്കെ ആണെങ്കിൽ. ആ സമയത്ത് നാളികേരത്തിന് 2 പീസ് കൊണ്ടുവന്ന് വെച്ചാൽ അത് കഴിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അല്ലേ. നാളികേരത്തിൻ്റെ എന്ത് ചെയ്യുന്നു നമ്മൾ അവിടെ തേങ്ങ എന്ന് പറയും, തേങ്ങയുടെ 2 പീസ് അല്ലേ, ഒരു പീസ് കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ കഴിക്കില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, പൊറാട്ട അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമുക്ക് നല്ല ബേക്കറി ഐറ്റംസൊക്കെ നമ്മൾ നന്നായിട്ട് കഴിക്കും. ആ സമയത്ത് ഫ്രൂട്ട്സ് ആണെങ്കിലോ അത് നമുക്ക് വേണ്ട അല്ലേ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ 99% പ്രശ്നങ്ങൾ നമുക്ക് സ്വയം പരിഹരിക്കാൻ പറ്റുന്ന കാര്യം കേട്ടോ. 1% മാത്രമേ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ 1% നമുക്ക് എന്താ പറയുക പ്രയോറിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 99% നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യും, നമ്മളൊന്ന് കാര്യമായിട്ടൊന്ന് അറിഞ്ഞ് നമ്മളൊന്നൊന്ന് പ്രവർത്തിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മളെപ്പോഴും ഉറക്കത്തിന് സമയം കണ്ടെത്തുക. ഓരോ സമയം അതിൻ്റേതായ ലിമിറ്റ് വയ്ക്കുക അല്ലേ. നമ്മളെന്താണെന്ന് അറിയാം, ഒന്നും ലിമിറ്റ് ഇല്ല. ഒരു ജീവിതത്തിൽ ചിട്ടയില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ചിട്ടയോട് കൂടി, അച്ചടക്കത്തോടു കൂടി, പ്ലാനിങ്ങോട് കൂടി, ചിന്തകളോട് കൂടി, ലക്ഷ്യങ്ങളോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം കേട്ടോ. അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ പുതിയ എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.